Hi all, I'm Ayan. So this video is about നമ്മുടെ പാർഷ്യൽ ഡ്രോപ്പേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. പാർഷ്യൽ ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഡിഗ്രി പഠിച്ച് അതിൻ്റെ കൂടെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന നീറ്റ് എക്സാമിന് വേണ്ടി നോക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നീറ്റ് എക്സാമിന് 2024 കഴിഞ്ഞു. 2024 സ്കോർ അനാലിസിസും എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു മാർക്കിൻ്റെ ധാരണ ആയി കാണും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ എത്തുന്നൊരു സമയമാണ്, ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഉറപ്പായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് റിപ്പീറ്റിന് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും, കോളേജസിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഡിഗ്രി കോഴ്സുകൾ പഠിച്ചുകൊണ്ട് നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നമ്മുടെ പ്രോസ്പെക്ട്സിൽ, കീമിൻ്റെ പ്രോസ്പെക്ട്സിൽ കേരളത്തിൽ പഠിക്കുന്നവരെ കുറച്ച് അഡ്രസ്സ് ചെയ്യുന്നതാണ് കേട്ടോ. സോ കീമിൻ്റെ പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പം റിപ്പീറ്റിനൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ആ കോഴ്സ് അടുത്ത വർഷത്തേക്ക് നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് ആ കോഴ്സ് ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയും, അതായത് നിങ്ങൾ എന്തെങ്കിലും പൈസ അവിടെ കെട്ടിവെക്കേണ്ടി വരുമോ എന്ന് അഡ്രസ്സ് ചെയ്യുന്ന വീഡിയോ ആണ് ശരിക്കും ഇത്. സോ ശരിക്കും കേരളയുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഇങ്ങനെ കീമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടുകയാണ് എന്ന് വിചാരിക്കുക. എന്തെങ്കിലും കാരണവശാൽ, ഇതിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നവർ തന്നെ ആവണമെന്നില്ല, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ലാസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഈ കോഴ്സിൻ്റെ പാതി വഴിയിൽ നിങ്ങൾക്ക് കോഴ്സ് ഉപേക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും പൈസ കെട്ടണോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വരെ പറയുന്നുണ്ട്. അപ്പം കേരള അണ്ടറിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണെന്ന്. MBBS ഉണ്ട്, BDS കോഴ്സുകളുണ്ട്, ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ കോഴ്സുകളുണ്ട്, അഗ്രികൾച്ചർ, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ബയോടെക്നോളജി, ഇങ്ങനെ കോഴ്സുകൾ മെഡിക്കൽ അലൈഡ് കോഴ്സുകളായിട്ട് വരുന്നുണ്ട്. കൂടാതെ ഫാർമസി, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ കോഴ്സുകൾ അല്ലാതെയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ഏതെങ്കിലും കോഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ കോഴ്സ് വേണ്ട, ദാറ്റ് ഈസ് ഫൈനൽ അലോട്ട്മെൻറ്റിന് ശേഷം ആ കോഴ്സ് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ട്സിൻ്റെ 85th പേജ് നിങ്ങളൊന്ന് നോക്കണം. അവിടെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസിനെ കുറിച്ച് അവർ വ്യക്തമായി പറയുന്നത്. സോ ലിക്വിഡേറ്റഡ് ഡാമേജസ് അവർ 3 സെക്ഷൻസ് ആയിട്ടാണ് പറയുന്നത്. ഒന്ന്, എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ കോഴ്സുകളിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ഫോർ എഞ്ചിനീയറിംഗ് കോഴ്സസ് നിങ്ങൾ ഫൈനൽ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾ ആ കോഴ്സിൽ നിന്നും ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രോസസ്സിംഗ് ഫീ ആയ 1000 രൂപ മാത്രമേ കോളേജുകൾ വാങ്ങിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫീസും, നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഫീസും തിരിച്ചു തരികയും സർട്ടിഫിക്കറ്റ്സ് തിരിച്ചു തരികയും വേണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. സോ ഇഫ് യു ആർ ഓപ്റ്റിംഗ് ഫോർ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആൻഡ് ഇഫ് യു ആർ ഓപ്റ്റിംഗ് ഔട്ട് ആഫ്റ്റർ, അതായത് നിങ്ങളുടെ ക്ലാസ് കമൻസ്മെൻറ്റിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾ അവിടെ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ പ്രോസസ്സിന് ആവശ്യമായ പ്രോസസ്സിംഗ് ഫീ ഒഴിച്ച് ബാക്കി എല്ലാ ഫീസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, തിരിച്ചു തരും, ഇൻക്ലൂഡിങ് യുവർ സർട്ടിഫിക്കറ്റ്സ്. അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. മറ്റൊരു പോയിൻ്റ് അവർ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഈ വരുന്ന വർഷങ്ങളിൽ എഞ്ചിനീയറിംഗ്, ഫാർമസി അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞൊരു വർഷമെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരിക്കലും ഇനി വരുന്ന വർഷങ്ങളിലെ ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ അവർ ശരിക്കും പറയുന്നുണ്ട്. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് ഡിമാൻഡ് ഫീ ഫോർ ദ സബ്സിക്വൻറ്റ് ഇയേഴ്സ് ഫ്രം ദ സ്റ്റുഡൻസ് ക്യാൻസലിംഗ് ദർ അഡ്മിഷൻ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഫീ റീഫണ്ട് അലോങ് വിത്ത് ദ റിട്ടേൺ ഓഫ് സർട്ടിഫിക്കറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 7 days എന്നും പറയുന്നുണ്ട്. അപ്പം ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് ക്ലാസ്, അവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പാണ്. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഉണ്ട്, അതുമാത്രം നിങ്ങൾക്ക് തിരിച്ചു തരികയും ബാക്കി ഫീസ് നിങ്ങൾ അവരത് വാങ്ങിക്കില്ല, അവരുടെ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരില്ല. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് മാത്രം തിരിച്ചു തരാനുള്ള പെർമിഷൻ മാത്രമേ അവിടെ എടുത്തുള്ളൂ. യെസ്, അപ്പോൾ അവിടെ വാക്കൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പോയ സീറ്റ് നിങ്ങൾ അവിടെ നിന്ന് നഷ്ടപ്പെടുത്തിയപ്പോൾ അവിടെ ഒരാൾ വന്ന് കയറി, അതായത് നിങ്ങളുടെ സീറ്റിലേക്ക് മറ്റൊരാൾ വന്ന് കയറി എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടക്കം എല്ലാ ഫീസുകളും തിരിച്ചു തരാനുള്ള നിയമവും ഉണ്ട്. ജസ്റ്റ് 1000 രൂപ പ്രോസസ്സിംഗ് ഫീ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. അതേസമയം നിങ്ങൾ പോയ സീറ്റിൽ ആരും ഫില്ലായില്ലെങ്കിൽ നിങ്ങളുടെ അവിടെ നിന്ന് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് മാത്രമേ തിരിച്ചു തരത്തുള്ളൂ. ബാക്കി നിങ്ങൾക്ക് അവിടെ ഫീസുകളെല്ലാം അവിടെ നോക്കാം. ഇഫ് ഇൻ ദ കേസ് ദ വാക്കൻറ്റ് സീറ്റ് ഈസ് നോട്ട് ഫിൽഡ്, the institution should refund the security deposit if any collected and return the original documents എന്നാണ് പറയുന്നത്. എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ കോഴ്സുകളെ കുറിച്ചുള്ളതാണ്. ഇനി നമുക്ക് MBBS, BDS കോഴ്സുകളെ കുറിച്ച് നോക്കാം. അതായത് നിങ്ങൾ ഫൈനൽ അലോട്ട്മെൻറ്റിന് ശേഷം MBBS, BDS കോഴ്സുകളിലേക്ക് കയറിയ ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. സോ MBBS, BDS കോഴ്സുകൾക്ക് ശേഷം നിങ്ങൾ ഏതെങ്കിലും വർഷം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BDS ഒക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്ത് ചിലപ്പം MBBSന് ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ
കേരള അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇഫ് യു ആർ ഓപ്റ്റിംഗ് ഫോർ MBBS ഓർ BDS, അവിടെ നിങ്ങൾ MBBS കോഴ്സ് സ്റ്റേറ്റ് മെറിറ്റിൽ കയറി അല്ലെങ്കിൽ നമ്മുടെ കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി കയറി ഫൈനൽ അലോട്ട്മെൻറ്റിന് ശേഷം ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ 10 ലക്ഷം രൂപയാണ് അവിടെ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആയിട്ട് അവർ നോക്കുന്നത്. അവിടെ റിസർവേഷൻ ക്ലെയിമോ ഇൻകം സർട്ടിഫിക്കറ്റ് കുറവാണ് അങ്ങനെയുള്ള ഒരു കാരണങ്ങളും അവരവിടെ നോക്കില്ല. 10 lakh rupees ശരിക്കും അവിടെ ലിക്വിഡേറ്റഡ് ഡാമേജ് ആയിട്ട് നിങ്ങളവിടെ പേ ചെയ്യേണ്ടി വരിക. BDS കോഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു BDS കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, അത് നിങ്ങളുടെ ഫൈനൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ആ കോഴ്സ് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ 5 ലക്ഷം രൂപയാണ് ലിക്വിഡേറ്റഡ് ഡാമേജ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടി വരിക. സോ ഇതാണ് MBBS BDS കോഴ്സുകളുടെ ക്രൈറ്റീരിയ ആയിട്ട് അവിടെ പറയുന്നത്. സോ ഫൈനൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് എനി കാറ്റഗറി, അവിടെ കാറ്റഗറി റിസർവേഷൻ കാര്യങ്ങളൊന്നും നോക്കില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് എനി കാറ്റഗറി യു ഹാവ് ടു പേ ആൻ എമൗണ്ട് ഓഫ് 10 lakh rupees if you are an MBBS student and 5 lakh rupees if you are a BDS student. അതാണ് കേരള അലോട്ട്മെൻറ്റ് കേസിൽ പറയുന്നതാണ്. മറ്റൊരു കാര്യം കൂടെയുണ്ട്, CEയുടെ എൻട്രൻസ് പരീക്ഷകളോ CEയുടെ എൻട്രൻസ് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിലോ 2 വർഷങ്ങളിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തുമില്ല. ദർ വിൽ ബി എ DBAR. നീറ്റിലേക്കല്ല, നമ്മുടെ കേരളത്തിലുള്ള CE എൻട്രൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ 2 വർഷം മാറ്റി നിർത്തുമെന്നും അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഇതാണ് MBBS BDS കോഴ്സുകളുടെ ക്രൈറ്റീരിയ. മറ്റുള്ളത് റിമൈനിങ് കോഴ്സാണ്, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ, ആയുർവേദ, യുനാനി. ആ കോഴ്സുകൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഫൈനൽ അലോട്ട്മെൻറ്റിന് ശേഷം ഒരു സീറ്റ് കിട്ടുകയും നിങ്ങളത് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ യു ഹാവ് ടു പേ ആൻ ലിക്വിഡേറ്റഡ് ഡാമേജ് ഓഫ് 75,000 ആണ്. 75,000 രൂപയാണ് ശരിക്കും അവിടെ ലിക്വിഡേറ്റഡ് ഡാമേജ് ആയിട്ട് നിങ്ങൾ അവിടെ പേ ചെയ്യേണ്ടി വരിക. സോ ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞ കോഴ്സുകൾ CE കേരള എൻട്രൻസ് കമ്മീഷൻ അണ്ടറിലുള്ള ഈ കോഴ്സുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളവിടെ ഇൻ കേസ് നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇതിപ്പോൾ പാർഷ്യൽ ഡ്രോപ്പേഴ്സിന് അഡ്രസ്സ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് നീറ്റിന് പ്രിപ്പയർ ചെയ്ത് ഇൻ കേസ് നിങ്ങൾക്ക് നീറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ കോഴ്സിൽ നിന്ന് എന്ത് ചെയ്യണം, ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷൻ, ഇഫ് യു ആർ ചൂസിങ് എനി ഓഫ് ദീസ് കോഴ്സസ്, അപ്പം അവിടെ ഇങ്ങനൊരു സം ഓഫ് എമൗണ്ട് കൊടുക്കണം എന്നുള്ളൊരു കാരണം അല്ലെങ്കിൽ അങ്ങനൊരു റീസൺ എപ്പോഴും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, BDS ഒക്കെ പഠിക്കുന്നവർ പിന്നെ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ് നിങ്ങളെ എൻട്രൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് 2 വർഷത്തേക്കുള്ളൊരു ഡീബാറിങ് ഒരു പ്രോസസ്സും ഉണ്ടാകും. അതും ശ്രദ്ധിക്കണം കേട്ടോ, അതും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ അത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. സോ നോട്ട് ദാറ്റ് ബിഫോർ യു ആർ ചൂസിങ് വൈസ്ലി, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മയിൽ വെക്കുക. താങ്ക് യു സോ മച്ച്.